ചെന്താമരയ്ക്ക് തൂക്കുകയർ നൽകണമെന്ന കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും പെൺമക്കൾ. നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതിനു പിന്നാലെയാണ് പ്രതികരണം. സുധാകരന്റെ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് സജിതയുടെ സഹോദരിയും പ്രതികരിച്ചു. BNS 103/1, 126/2 വകുപ്പുകൾ പ്രകാരമാണ് ചെന്താമര കുറ്റം ചെയ്തതായി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ തെളിഞ്ഞത്. വിധി കേട്ട് പുറത്തിറങ്ങിയ ശേഷം കോടതി വളപ്പിൽ വെച്ചാണ് കൊല്ലപ്പെട്ട ദമ്പതികളുടെ മക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാതാപിതാക്കളെ കൊന്ന വേദന ചെന്താമര അറിയണമെന്നും അയാളെ പുറത്തിറക്കരുതെന്നും മക്കൾ പറഞ്ഞു. പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് തന്നെ ആപത്താണെന്നും അവർ പറഞ്ഞു. തൂക്കുകയർ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പരമാവധി ശിക്ഷ കോടതിയിൽ വെച്ചിട്ട് അയാളെ നല്ലപോലെ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ എല്ലാവരും പോയി അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഞങ്ങൾക്ക് കൊടുക്കണമെന്നാണ് നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. ഞങ്ങൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. സുധാകരന്റെയും സജിതയുടെയും മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് സജിതയുടെ സഹോദരി ആവശ്യപ്പെട്ടു. കോടതിയിൽ ചെന്താമര പറയുന്നത് കേട്ട് ഭയം തോന്നിയതായും അവർ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആരുമില്ല. അതുകൊണ്ട് അതൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കും. എൻ്റെ പിന്നെ ചെന്താമരയുള്ള രൂപം കാണുമ്പോഴേ കുട്ടികൾക്കൊന്നും പേടിയാണ്. പേടിയാണ്. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കോടതി എല്ലാം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അയാളുടെ പെരുമാറ്റം ഒരു റിഗ്രറ്റും ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു കോടതിയിൽ. കൂടുതൽ ഇതിലെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും സാക്ഷികളുടെ മൊഴികൾ ഫോറൻസിക് മെഡിക്കൽ എവിഡൻസ് ഇതെല്ലാം ഈ കേസുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റായിട്ട് കോടതി പരിഗണിച്ചിട്ടുള്ളത്. ഈ പോലീസ് കൃത്യമായി തന്നെ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതെ, തീർച്ചയായും എല്ലാ പോലീസ് ഇതിൻ്റെ പിന്നിൽ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഏകദേശം 100 പോലീസ് ആളുകളോളം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ നന്നായിട്ട് പരിശ്രമിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ളൂ. കുറ്റപത്രം അത് പരിശോധിക്കേണ്ടതാണ്. അത് തീരുമാനം എടുക്കും. നമ്മൾ പ്രോസിക്യൂഷൻ എന്തായാലും ഡെത്ത് പെനാൽറ്റിയാണ് ആവശ്യപ്പെടുക. അപ്പോൾ അത് അവരുടെ കോടതി ഓൾറെഡി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും മെഡിക്കൽ സൈക്കാട്രിസ്റ്റിൻ്റെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. അതിന് വന്നിട്ടുണ്ട്. അതിലും ഇയാൾക്ക് ഒരു റിഫർമേഷനോ റീഹാബിലിറ്റേഷനോ യാതൊരു സാധ്യതയുമില്ല. ഇയാൾക്ക് ഒരു മാനസികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അയാളുടെ ഒരു പെരുമാറ്റം നോ റിഗാർഡ്. അതുകൊണ്ട് മാക്സിമം ഒരു ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടുമെന്നാണ് നമ്മളുടെ വിശ്വാസം. 15-ാം തീയതി വിധിക്കാൻ ചാൻസ് വളരെ കമ്മിയാണ്. കാരണം അന്ന് ഹിയറിംഗ് ആണ് നടത്തുക. വാദവും അക്യൂസ്ഡ് ഭാഗവും പ്രോസിക്യൂഷൻ ഭാഗവും അന്ന് വാദങ്ങളെ നടക്കുള്ളൂ. അതിനുശേഷമാണ് അന്ന് വിധി ഉണ്ടാവാനുള്ളത് പറയാൻ പറ്റില്ല. ഒരു സമയമുണ്ടാകും ഉച്ചയ്ക്ക് ശേഷം. കാരണം ഹിയറിംഗ് എത്ര നേരം നീണ്ടുകൊണ്ടു പോകുന്നുള്ളത് പറയാൻ പറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിക്ക് അത് പറഞ്ഞതെല്ലാം കോടതിയും ഒരു ആലോചിച്ചിട്ട് അത് ചെയ്യുള്ളൂ. അതേസമയം വിധി കേട്ട ശേഷം ചെന്താമരയുടെ അഭിഭാഷകനും പ്രതികരിച്ചു. കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ് മാധ്യമ വിചാരണ നേരിട്ട ഒരു പ്രതി കോടതിയിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല കോടതി തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പ്രോസിക്യൂഷന് കിട്ടിയ അപ്രതീക്ഷിതമായ ലോട്ടറി എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പക്ഷേ അത് മാധ്യമങ്ങളോടുള്ള പ്രതിയുടെ എതിർപ്പായിട്ടേ ഞാൻ കരുതുന്നു. കോടതി ചോദിച്ചു. മാധ്യമങ്ങൾ ഇത്രയും കാലം പ്രതിക്കെതിരെ നെഗറ്റീവായിട്ടൊരു റിപ്പോർട്ടിംഗ് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് മാധ്യമങ്ങളോട് അങ്ങേയറ്റം വെറുപ്പാണ്. ജയിലിൽ മാധ്യമ വാർത്തകൾ കാണാനുള്ള എല്ലാ സംവിധാനവും സഹോദരിയുണ്ട്.
അതുകൊണ്ട് എല്ലാ വാർത്തകളും അപ്ഡേറ്റ് ആയിട്ട് കാണാനുള്ള എല്ലാ സംവിധാനവും അത് കോടതിയോടുള്ള ഒരു വെറുപ്പായിട്ടല്ല. അദ്ദേഹം ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞതിന്റെ ഒരു മാനസിക അതായത് ഈ പ്രതിഭാഗം ഈ പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്താനുള്ളതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള തെളിവും ഹാജരാക്കിയിട്ടില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഹാജരാക്കിയതൊന്നും അത് നിലനിന്നില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വിധി പുറത്തു വരും. പ്രതിഭാഗത്തു നിന്ന് പ്രത്യേക തെളിവുകൾ ഹാജരാക്കേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളുടെ വിശ്വാസ്യത മാത്രമേ പ്രതിഭാഗത്തിന് ചോദ്യം ചെയ്യേണ്ടതുള്ളൂ. കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയതിൽ പ്രതിഭാഗത്തേക്ക് മറ്റൊന്നും യാതൊന്നും ആവശ്യപ്പെടാനില്ല. ഇനി ശിക്ഷയെക്കുറിച്ചുള്ള വാദം വരുന്ന സമയത്ത് പ്രതിഭാഗം എന്താണ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തു എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രതിയാണെങ്കിൽ ആ വധശിക്ഷ തന്നോളൂ എന്നും പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പ്രതിഭാഗം ഇനി എന്ത് പറയുന്നു? കൊലപാതക കുറ്റത്തിൽ വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം ഇത് രണ്ടിലേതെങ്കിലും ഒന്നുള്ളൂ. അത് പരമാവധി ശിക്ഷ കൊടുക്കാവുന്ന കുറ്റം ചെയ്തതായിട്ട് തെളിഞ്ഞതായിട്ട് കണ്ടു എന്ന് കോടതി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആ ശിക്ഷയെക്കുറിച്ച് പരമാവധി ശിക്ഷ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇനിയുള്ള വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഈ കോടതിയുടെ വ്യൂ ഇതാണ്. ഇത് അന്തിമ വിധിയല്ല. ഇനി അപ്പീൽ പോകും. അപ്പീൽ കോടതി തീരുമാനിക്കട്ടെ. കോടതി മുറിയിൽ പൂർണ്ണമായും അക്ഷോഭ്യനായി കാണപ്പെട്ട പ്രതിയോട് എന്താണ് ജോലിയെന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ടാങ്കർ ഡ്രൈവറാണെന്ന് മറുപടി നൽകി. ഭാര്യയും കുട്ടികളുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെ ബന്ധപ്പെടുമെന്നായിരുന്നു ഇയാളുടെ മറുചോദ്യം. ജയിലിൽ സഹതടവുകാരുമായി നല്ല ബന്ധത്തിലാണോ എന്ന കോടതിയുടെ അടുത്ത ചോദ്യത്തിന് കള്ളന്മാരും ലഹരി ഉപയോഗിക്കുന്നവരുമായി എങ്ങനെ നല്ല ബന്ധം പുലർത്തുമെന്നാണ് ചെന്താമര തിരിച്ചു ചോദിച്ചത്. ഇനിയും ഇയാൾ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചപ്പോൾ താൻ ഇതുവരെ ജാമ്യം പോലും വാങ്ങിയിട്ടില്ലെന്ന് പ്രതി പറഞ്ഞു. പ്രതിക്ക് യാതൊരു കുറ്റബോധവുമില്ലെന്നും ഇയാൾ നന്നാവാൻ സാധ്യതയില്ലെന്നുമാണ് പ്രൊബേഷൻ ഓഫീസർ പറയുന്നതെന്ന് കോടതി വ്യക്തമാക്കിയപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴേ അതറിയൂ, ഞാനായിട്ട് പോകില്ല, വന്നാൽ വിടില്ല എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. UTV ന്യൂസ്, പാലക്കാട്.